അങ്ങനെ അവസാനം ആര്യൻ്റെ സീക്രട്ട് ടാസ്ക് കുളമാകുന്ന രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള ബിഗ് ബോസിൻ്റെ എല്ലാ എപ്പിസോഡ്സിലും എല്ലാ ടാസ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം പോലും ഇവർ നന്നായിട്ട് ചെയ്തിട്ടില്ല. ആകെപ്പാടെ അത്യാവശ്യം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലൈവൊക്കെ കാണാനും നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ടാസ്ക് ആയിരുന്നു. ആര്യൻ അത് മികച്ച രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ആര്യന് കൊടുത്ത ടാസ്ക് ഫസ്റ്റ് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ സീക്രട്ടായിട്ട് ഫുഡ് കഴിക്കുക, ഫോൺ ബിഗ് ബോസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കൂടെ കൂട്ടാൻ ഒരാളെ സീക്രട്ടായിട്ട് അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളെ കൂട്ടാൻ പറയുമ്പോൾ ആര്യൻ അക്ബറിനെ കൂട്ടുന്നുണ്ട്. അക്ബർ അത് നല്ല രീതിയിൽ ആര്യൻ്റെ കൂടെ നിന്ന് നല്ല വൃത്തിക്ക് അക്ബർ അത് ചെയ്യുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരെയും കൂടെ കൂട്ടാൻ പറയുന്നുണ്ട്. അവരോടത്തും ഇത് തന്നെയായിരുന്നു ടാസ്ക് കൊടുത്തിരുന്നത്, ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ കൊടുക്കുന്ന ഡ്രിങ്ക്സ് കഴിക്കുക, ഫുഡ് കഴിക്കുക, ആരും കാണാത്ത രീതിയിൽ. അപ്പം അതും ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടെ കൂട്ടിയത് നമ്മുടെ ലക്ഷ്മീനെയും സാബുമാനെയും ആയിരുന്നു. അവർ നല്ല വൃത്തിക്ക് അവരുടെ കൂട്ടത്തിൽ നിന്ന് നല്ല രീതിക്ക് ആ ടാസ്ക് ചെയ്തു, നല്ല അടിപൊളിയായിട്ട് ചെയ്തു. അവരും അത് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു റൗണ്ട് പൂർത്തിയാക്കി. അതിനുശേഷം വരുന്ന ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ാമത്തെ റൗണ്ടിൽ രണ്ടുപേരെയും കൂടെ കൂട്ടാനായിരുന്നു. അങ്ങനെ ലക്ഷ്മി അവരെല്ലാം കൂടെ പദ്ധതി ഇട്ടിട്ടാണ് ബിന്നീനെ ചെയ്യാം അല്ലെങ്കിൽ ബിന്നീനെ കയറ്റാം എന്നുള്ള രീതിയിൽ ലക്ഷ്മിയാണ് ബിന്നിയോട് സംസാരിച്ചത്. ഈ ഒരു ടാസ്ക് ഉണ്ട്. ആദ്യം ബിന്നി വിശ്വസിച്ചില്ല, പ്രാങ്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവർ ഫുഡ് കഴിച്ചതിൻ്റെ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പം പിന്നെ ബിന്നിക്ക് മനസ്സിലായി. അങ്ങനെ ബിന്നിയും കൂടെ ചേർന്ന് അങ്ങനെ ടാസ്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ആ ടൈമിൽ അക്ബറിനെ തോന്നിയത് അക്ബർ മനഃപൂർവ്വം ചേർത്തതാണോ, കാരണം അക്ബറിന് നേരിട്ട് ഇതിനകത്ത് കളിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ടാസ്ക് ആര്യൻ ജയിച്ചു കഴിഞ്ഞാൽ ആര്യനൊരു ഇമ്മ്യൂണിറ്റി പവർ ലഭിക്കും. പക്ഷെ അക്ബറിനെ സംബന്ധിച്ച് അക്ബർ ഭയങ്കര ക്രൂക്കഡാണ്. ആദ്യം നൂറയ്ക്ക് കൊടുത്ത നൂദില ചപ്പൽസിൻ്റെ ഇതിലാണെങ്കിലും അക്ബർ കളിച്ചിട്ടാണ് ആ ഗെയിം സ്പ്ലിറ്റായി പൊട്ടിപ്പോയി നൂറ ജയിക്കാതിരുന്നത്. പക്ഷെ ആര്യൻ ഒരു ഫ്രണ്ട് ആയിരുന്നത് കൊണ്ട് തന്നെ അക്ബറിന് നേരിട്ട് കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അക്ബറാണ് ഷാനവാസിനെ ഈ ഒരു ടാസ്കിലേക്ക് ട്രസ്റ്റ് ചെയ്യാനുള്ള പാർട്ട്ണറായിട്ട് കൂടെ കൂട്ടാമെന്ന് പറഞ്ഞത്. ആര്യൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ നെവീനെ കൊണ്ടുവന്ന നെവീൻ ഫുഡ് ആയതുകൊണ്ട് കുറച്ച് ഓവറാക്കുമോ, പിന്നെ അതില നൂറ ഇവരൊക്കെയാണ് ഫ്രണ്ട്സ് ഗ്യാങ് ആയതുകൊണ്ട് അതും ചിലപ്പോൾ അറിയാനുള്ള സാധ്യത ഉണ്ടെന്നും ആര്യൻ ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ടും അക്ബറിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതിനെനിക്കൊരു ഡൗട്ടുണ്ട്. അക്ബറിനെ ഷാനവാസിനെ പോലെ ഒരാളെ കൂടെ കൂട്ടാൻ ശ്രമിച്ചതിൽ എനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും അക്ബർ ആയിരുന്നെന്ന് തോന്നുന്നു. അത് കൺവിൻസ് ചെയ്തു ഷാനവാസിൻ്റെ അടുത്ത് പോയി പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ സംസാരിച്ചു. പക്ഷേ ഷാനവാസ് അത് എനിക്കത് മനസ്സിലായില്ല, ടാസ്ക് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ അഭിനയിച്ചിട്ട് അത് നൈസായിട്ട് അതിലിടെ നൂറേൻ്റെ അടുത്തൊന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ടാസ്ക് അങ്ങ് കുളവാകുന്ന ലക്ഷണമാണ്. മറ്റേ ആര്യൻ കാല് പിടിക്കുന്നുണ്ട്, ഇക്കാവുന്ന വിശ്വസിക്ക്. അപ്പോൾ അക്ബറിൻ്റെ നോർമൽ ഹീറോയിസം ഷോയൊക്കെ കാണിച്ച് നല്ല അടിപൊളിയായിട്ട് അത് ഫ്ലോപ്പായിട്ട് നൈസായിട്ട് അവരുടെ അടുത്ത് പറയുന്നുണ്ട്. ഷാനവാസ് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇവർ അനുവിനെ ജയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഗ്രൂപ്പിസം കളിച്ചിട്ട് കോയിൻസ് ഫുൾ ആര്യന് കൊടുത്ത് ജയിപ്പിച്ചില്ല. ഇതിപ്പം ആര്യൻ ഇങ്ങനെ ഒരു സീക്രട്ട് ടാസ്ക് കൊടുക്കുമ്പോൾ അത് ജയിച്ചു കഴിഞ്ഞാൽ ആര്യൻ എന്തായാലും നല്ലൊരു പവർ കിട്ടുമെന്ന് അറിയാം. അപ്പം അത് പൊളിക്കണം. പക്ഷേ ഷാനവാസ് ഇങ്ങനെ ആ ഒരു ഗെയിം പൊളിച്ചത് പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. പക്ഷേ ഷാനവാസ് ചെയ്താണോ തെറ്റതോ ഇവരെ ചൂസ് ചെയ്ത ആൾ ഇവർ മാറിപ്പോയതാണോ? അതാണ് ശരിക്കും ഷാനവാസിനെ പോലെ ഒരാളെ ഇതിനകത്ത് കൂടെ കൂട്ടണമായിരുന്നു ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അനീഷിനെ കൂട്ടിയാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഷാനവാസിനെ കൂടെ കൂട്ടിയത് ശരിയായോ? അത് അവരുടെ ഭാഗത്തുള്ള മണ്ടത്തരമാണ് അല്ലേ? ഷാനവാസിനെ പോലെ ഒരാളെ കൂട്ടി ജയിപ്പിക്കാമെന്നുള്ള തോട്ട് അവർക്ക് എങ്ങനെ വന്നത്? അതിലാണ് മണ്ടത്തരം പറ്റിപ്പോയത്. ഷാനവാസ് എന്താ വിചാരിച്ചെന്ന് പറഞ്ഞാൽ അതുവരെ തോൽപ്പിക്കുക, അല്ലെങ്കിൽ ആര്യൻ ഒരിക്കലും ആ ഒരു കോയിൻ കിട്ടരുതെന്നായിരിക്കും ഒബ്വിയസ്ലി ഷാനവാസ് ചിന്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗെയിം എങ്ങനെ പോകുമെന്ന് നമുക്ക് കണ്ടറിയാം. ബിഗ് ബോസ് ഒരു ചെറിയ ട്വിസ്റ്റ് വെച്ചിട്ടുണ്ട്. ആക്ടിവിറ്റി റൂമിലോട്ടാണ് എനിക്ക് തോന്നുന്നു, ആക്ടിവിറ്റി റൂമിലാണ് ഇനി ഫുഡൊക്കെ വരുന്നത്. പിന്നെ ഒരു അജ്ഞാതനെ വീട്ടിനുള്ളിൽ കയറ്റുകയും വേണം. അപ്പോൾ പെങ്ങളുട്ടിമാരും ഷാനവാസും കൂടെ അവിടെ ഇരുന്നിട്ട് ഇതെല്ലാം കാര്യങ്ങളും ചർച്ച ചെയ്ത് സ്റ്റോർ റൂമിലേക്ക് ഫുഡും കൊണ്ടുവരാൻ എടുക്കാൻ പോകുന്ന നോക്കി ഇരിപ്പുണ്ട്. അപ്പം എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അനുവിനോട് പറഞ്ഞാൽ അനു കറക്റ്റായിട്ട് CID പണി ചെയ്ത് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ ഇതാരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഷാനവാസിനെ കൂട്ടിയത് അവർക്ക് വലിയൊരു മണ്ടത്തരമായിപ്പോയി അവർ കാണിച്ചത്. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ആര്യന് വേണ്ടി കളിച്ചു കേട്ടോ. അതും ഒരു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അനുവിനായിരുന്നെങ്കിലും അല്ല വേറെ നൂറയ്ക്കോ അതിലേക്കോ വല്ലതും ആയിരുന്നെങ്കിൽ ഒരിക്കലും അവരത് സപ്പോർട്ട് ചെയ്യത്തില്ല. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പം ഷാനവാസ് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷേ എന്തായാലും ടാസ്ക് നല്ല വൃത്തിക്ക് കുളവാകാൻ പോവുകയാണ്. ആര്യൻ ആ ഒരു ഇമ്മ്യൂണിറ്റി ഒന്നും ഇനി കിട്ടാൻ പോകുന്നില്ല എന്നാണ് തോന്നുന്നത്.